ബ്രഹ്മയുഗം ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ റിയാക്ഷൻ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ ആയിരിക്കും പെർഫോമൻസ്. സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ നല്ലതായിരുന്നു, പക്ഷേ അർജുന ഞെട്ടിച്ചില്ല അങ്ങനെയൊന്നുള്ള വല്ല പറഞ്ഞത്. പക്ഷേ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, പല നേരത്തുള്ള പല കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അതിൽ എല്ലാം അണ്ടർസ്റ്റുഡാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു എന്താ പറയുക ശോഭനാ സംഭവം അതും ഒരാളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു എന്താ പറയുക ആക്ടിങ്ങിലൂടെ കാര്യങ്ങൾ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ. പക്ഷെ അപ്പോൾ നമുക്ക് അപ്പം കഴിഞ്ഞ കാലത്ത് പല കാലഘട്ടങ്ങളും അതിൽ ഓരോ അക്ഷരത്തിലൂടെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കും കുറച്ച് കാര്യങ്ങൾ തരുന്നുണ്ട്. അത് ഫീൽ ചെയ്യിപ്പിക്കാൻ അങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതായത് ഓരോ സംസാരത്തിലും ഓരോ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവർ രണ്ടുപേരും, അതായത് ഇപ്പം മമ്മൂട്ടിയെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു സിനിമയിൽ നമുക്ക് തോന്നിയില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഇവരുടെ എക്സ്പ്രഷൻസ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ക്ലാസിക് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസിക് ഹൊറർ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നീറ്റായിട്ട് ചെയ്ത ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു മലയാളത്തിന് മലയാളം അതുപോലെയാണ്. തമ്പട് മൂവി എങ്ങനെ കണ്ടിരിക്കാൻ പറ്റും, അതുപോലെ ഒരു ക്യൂരിയോസിറ്റിക്ക് കാണാൻ പറ്റിയൊരു പടമാണ്. ക്യൂരിയോസിറ്റി മൂവിയാണ്. അതിന് ഏറ്റവും പ്രത്യേകത ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ കാണിച്ച ഒരു ധൈര്യം. അത് മറ്റുള്ളവർ അത് പറഞ്ഞിട്ട് അതിന് ബോധിപ്പിക്കുന്ന ഒരു ഇതെല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. അതൊരു BGM, 4 കഥാപാത്രങ്ങൾ 5 കഥാപാത്രം മാക്സിമം 4-5 കഥാപാത്രങ്ങളുള്ളൂ. ആ കഥാപാത്രങ്ങളൊക്കെ നീറ്റായിട്ട്, അതുപോലെ ഹൊറർ കാര്യങ്ങൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ, ഈ സൗണ്ട് എഫക്റ്റുകൾ, പിന്നെ ഓരോ പാട്ടുകൾ എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു പഴയകാല ഫീല് നമുക്ക് തരും. അതുപോലെ അത്യാവശ്യം നമുക്ക് പേടിക്കേണ്ട സ്ഥലങ്ങളിൽ ഓരോ ടൈമിലും മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, എനിക്ക് പറയാനുള്ളത് മമ്മൂക്ക കുടുംബം പോറ്റിയല്ല അതുക്കും മേലെ നിങ്ങൾക്ക് അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും തിയേറ്റർ പോയി സിനിമ കാണണം. കുടുംബം പോറ്റിയേ അല്ല മമ്മൂക്ക. മമ്മൂക്ക എന്താണെന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കുടുംബം പോറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിലേക്ക് വരണ്ട. മമ്മൂക്ക അതല്ല, സസ്പെൻസാണ്. ഈ ജനറേഷനിൽ തിയേറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞ ഒരു പുതിയ അനുഭവമാണ് ഈ ജനറേഷനിലുള്ള പിള്ളേർക്ക്. എന്തായാലും വന്ന് കാണാൻ പറ്റിയ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഫിലിമാണ്. അതെ, അതല്ല ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടുംബം പോറ്റീനെ വന്ന് കാണാൻ നിങ്ങൾ വരണ്ട, എന്തായാലും വരണ്ട. നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അത് മമ്മൂട്ടിയുടെ അഭിനയ മികവ്, ഓരോ സാധനങ്ങളും, ഒരു ചിരിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതിലൊരു ചതിയാണെങ്കിലും പരിഹാസമാണെങ്കിലും ആസ്വദിക്കുന്നതാണെങ്കിലും എല്ലാം കൊണ്ടും പടം കുടുംബം പോറ്റിന് കാണാൻ വേണ്ടി വരണ്ട. എനിക്ക് വീണ്ടും പറയാനുള്ളതാണ്. അപ്പം ശരിയെന്നാ.